ഇലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളതും ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ളതും പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ളതും ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ് എന്നുള്ളതും ഇലാസ്റ്റിസിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള സ്ട്രെയിൻ എന്താണ് എന്നുള്ളതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിനുകളെ സംബന്ധിച്ചും സ്ട്രെസ്സിനെ സംബന്ധിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹുക്സ് ലോ എന്താണ് എന്നുള്ളതാണ്. സ്ട്രെയിൻ എന്താണ് എന്നുള്ളതും സ്ട്രെസ് എന്താണെന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഒരു വസ്തു പുറമേ നിന്നുള്ളൊരു ഫോഴ്സിന് വിധേയമാകുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന രൂപമാറ്റത്തെയാണ്, അതിൻ്റെ ഡയമെൻഷനിലുണ്ടാകുന്ന അളവിലുണ്ടാകുന്ന മാറ്റത്തെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ള ഫോഴ്സ് ആ വസ്തുവിൽ ചെലുത്തുമ്പോൾ അതിന് ഒപ്പോസായി, അതിനെ പ്രതിരോധിക്കുവാനായി ആ വസ്തു സ്വയം ഉണ്ടാക്കുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഇനി ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പുറമേ നിന്നുള്ള ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സും കൂടും, അല്ലേ? ശരിയല്ലേ? ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ പുറമേ നിന്നുള്ള ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ആ വസ്തു അതിന് രൂപമാറ്റം സംഭവിക്കുമ്പോഴും പിന്നീട് പഴയ അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ആ വസ്തു എന്തു ചെയ്യും? ഇതിനെ പ്രതിരോധിക്കുവാനുള്ള, പഴയ അവസ്ഥയിലേക്ക് മാറുവാനുള്ള അത് സ്വയം ഉണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ അളവ് കൂടും, അല്ലേ? അതായത് പുറമേ നിന്ന് ലോഡ് കിട്ടുമ്പോൾ അതിന് ഒപ്പോസിഷനായിട്ട് ആ വസ്തു ഉണ്ടാക്കുന്ന ഫോഴ്സായിട്ടുള്ള സ്ട്രെസ്സ് കൂടും. ഈ പുറമേ നിന്ന് ലോഡ് കൂടുതലാകുന്നതിനനുസരിച്ച് ഇതിൻ്റെ രൂപത്തിലും മാറ്റം വരില്ലേ, അല്ലേ? ഒരു സ്പ്രിങ്ങിന് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ ഉണ്ടാകുന്ന അളവിലുള്ള മാറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ കൂടുതൽ അളവിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കൂടുന്നതിനനുസരിച്ച്, പുറമേ നിന്നുള്ള ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ രൂപമാറ്റവും സംഭവിക്കുന്നുണ്ട്. അത് ആ രൂപമാറ്റത്തിൽ നിന്ന് പിന്നീട് പഴയ അവസ്ഥയിലേക്ക് ആവാനുള്ള ഫോഴ്സും കൂടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം, അല്ലേ? ഇത് ആദ്യമായിട്ട് പറഞ്ഞത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ആ റോബർട്ട് ഹുക്കിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു ലോ അല്ലെങ്കിൽ നിയമം പറയപ്പെടാറുള്ളത്. എന്താണ് ഹുക്കിൻ്റെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലേ? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ വസ്തുവിനുണ്ടാകുന്ന രൂപമാറ്റത്തിനാനുപാതികമായി, വസ്തുവിന് രൂപമാറ്റം ഉണ്ടാകുക പുറമേ നിന്ന് ഫോഴ്സ് കിട്ടുമ്പോഴാണ്, അതൊക്കെ ആ വസ്തുവിനുണ്ടാകുന്ന രൂപമാറ്റത്തിനാനുപാതികമായിട്ട് ആ വസ്തുവിൽ എന്തുണ്ടാവും? പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുവാനുള്ള ഒരു ഫോഴ്സ്, അതിനെയാണ് സ്ട്രെസ് എന്ന് പറയാം, അതുണ്ടാവും. രൂപമാറ്റം എന്ന് പറയുന്നത് സ്ട്രെയിനാണ്, പഴയ ആ ഫോഴ്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് സ്ട്രെസ്സുമാണ്. അപ്പോൾ സ്ട്രെയിനിന് ആനുപാതികമായിട്ട് സ്ട്രെസ്സ് ഉണ്ടാകും. ഏതുവരെ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധി ഉണ്ട്. ആ പരിധിക്കപ്പുറം അത് നീളം വർദ്ധിച്ചാൽ പഴയ അവസ്ഥയിലേക്ക് മാറുമോ? ഇല്ല. കാരണം അതിനനുസരിച്ച് സ്ട്രെസ് ഉണ്ടാക്കാൻ കഴിയില്ല. സ്ട്രെയിനിനനുസരിച്ച് സ്ട്രെസ് ഉണ്ടാക്കാൻ കഴിയില്ല. സ്ട്രെയിനിനനുസരിച്ച് സ്ട്രെസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതുവരെയാണ്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അതൊരു ലോ ആണ്, ഹുക്സ് ലോ എന്നാണ് അതിനെ അറിയപ്പെടുക. ഹുക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. ഇനി യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെയിനിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഹുക്സ് ലോ പ്രകാരം സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്ട്രെസ്
ഈക്വൽ ടു പ്രൊപ്പോർഷണലിന് പകരം സ്ട്രെസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റും അല്ലേ. സ്ട്രെസ് ഈക്വൽ ടു നമ്മൾ പ്രൊപ്പോർഷൻ ഒഴിവാക്കി ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഇ എന്നുള്ള പേരിലാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇ ഈക്വൽ ടു എന്തായിരിക്കും, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു ദ സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മെറ്റലിനെ, ഒരു ലോഹത്തെ സംബന്ധിച്ചിടത്തോളം യങ്സ് മോഡുലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ സ്ട്രെസ്സിനെ സ്ട്രെയിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിക് പരിധിക്കകത്തുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ കണക്കാക്കിയാൽ ആ സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ സിമ്പൽ ഇ എന്നുള്ളതാണ് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് ഈസ് സെയിം ദാറ്റ് ഓഫ് സ്ട്രെസ്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആകുമ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നെയായിരിക്കും വരിക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി. സ്ട്രെസ് ബൈ സ്ട്രെയിനിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരുന്നതെങ്കിൽ, മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിമ്പൽ എൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സ്ട്രെസ്സിനെ സ്ട്രെയിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞതെങ്കിൽ, ഷിയർ സ്ട്രെസ്സിനെ, ഷിയർ ഫോഴ്സിന് വിധേയമാകുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സിനെ ഷിയർ സ്ട്രെസ് എന്നും ആ സമയത്തുള്ള സ്ട്രെയിന് ഷിയർ സ്ട്രെയിൻ ആണെന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിയർ സ്ട്രെസ്സിനെ ഷിയർ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ് എന്നുള്ളതിന് ഇതിനെ വിളിക്കൂട്ടോ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്ന പോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റിനെ ഷിയർ മോഡുലസ് എന്നും പറയാറുണ്ട്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ഇതിനെ എൻ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കാര്യം ഓർക്കുക. യങ്സ് മോഡുലസ് ഇ ആയിരുന്നു, ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എൻ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെങ്കിൽ യങ്സ് മോഡുലസും, പിന്നെ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണെങ്കിൽ ഷിയർ മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് റിജിഡിറ്റി പറഞ്ഞു. ഇനി ബൾക്ക് മോഡുലസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വസ്തു തുല്യവും പെർപെൻഡിക്കുലറുമായിട്ടുള്ള 3 ഫോഴ്സുകൾക്ക് ഒരേ സമയം വിധേയമാകുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന രൂപമാറ്റത്തെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുള്ളതും, ആ സമയത്ത് ആ വസ്തു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സിനെ വോളിയോമെട്രിക് സ്ട്രെസ് എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒരു വസ്തു വോളിയോമെട്രിക്, അതായത് ഈ രൂപത്തിലുള്ള 3 ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ, വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ് ഓഫ് ദ സെയിം ഇൻറ്റൻസിറ്റി. ഓക്കെ, ഒരു നമ്മൾ അന്ന് പഠിച്ചിരുന്ന ചിത്രങ്ങളൊക്കെ ഓർമ്മല്ലേ ബൾക്ക് മോഡുലസിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ ആ തരത്തിൽ 3 ഫോഴ്സുകൾക്ക് ഈക്വലായിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ഫോഴ്സുകൾക്ക് ഒരു വസ്തു വിധേയമാകുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സിനെ വോളിയോമെട്രിക് സ്ട്രെസ് എന്നും ആ സമയത്തുണ്ടാകുന്ന സ്ട്രെയിനിനെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നും പറയും. ആ വോളിയോമെട്രിക് സ്ട്രെസ്സിനെ വോളിയോമെട്രിക് സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലഭിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിനെ സിമ്പിൾ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 മോഡുലൈ.
3 മോഡുലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡുലസുകൾ തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ഒരു ഗിവൺ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു യങ്സ് മോഡുലസ് ഉണ്ടാവും, ഒരു ഷിയർ മോഡുലസ് ഉണ്ടാവും, ഒരു ബൾക്ക് മോഡുലസ് ഉണ്ടാവും. ഇവ തമ്മിലുള്ള ബന്ധം ഷിയർ മോഡുലസ് ഇത്രയാകുമ്പോൾ ആ സമയത്ത് അതിന് ബൾക്ക് മോഡുലസ് ഇത്രയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ യങ്സ് മോഡുലസ് ഇത്രയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാണാനുള്ള ഇക്വേഷൻ E ഈക്വൽ ടു 2n ഇൻറ്റു 1 + 1/m ഈക്വൽ ടു 3k ഇൻറ്റു 1 - 2/m. ഓക്കെ, ഇവിടെ എന്താണ് മനസ്സിലാക്കുക? E ഫോർ യങ്സ് മോഡുലസ് മനസ്സിലാകുന്നുണ്ടോ? യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. N ഫോർ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. K ഇറ്റ് ഈസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ്. ഇനി 1/m എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അത് നമ്മൾ ഇതിൻ്റെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. സ്ട്രെയിനാണ് മുകളിലും താഴെയും വരുന്നത്. അതിനെ പോയിസൺസ് റേഷ്യോ എന്നുള്ളതാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. മുമ്പ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ പോയിസൺസ് റേഷ്യോ ആണ് 1/m എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളോട് n തന്നിട്ട്, അല്ലെങ്കിൽ അതായത് ഷിയർ മോഡുലസ് തന്നിട്ട് യങ്സ് മോഡുലസ് കാണാൻ പറഞ്ഞാൽ E ഈക്വൽ ടു 2n ഇൻറ്റു 1 + 1/m എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇതിൽ കൂടെ തന്നെ നമ്മളോട് പോയിസൺസ് റേഷ്യോ എത്രയാണെന്ന് തരും. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് E കാണാൻ പറ്റും. ഇനി K ആണ് കാണുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇക്വേഷൻസ് തമ്മിൽ ബന്ധിപ്പിച്ച് എഴുതിയിട്ട് അതും വാല്യൂ കാണാൻ പറ്റും. അത് നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. തൽക്കാലം ഇക്വേഷൻ ഓർത്ത് വെക്കുക. E ഈക്വൽ ടു 2n ഇൻറ്റു 1 + 1/m ഇറ്റ് ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 - 2/m എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. E ഫോർ യങ്സ് മോഡുലസ്, N ഫോർ ഷിയർ മോഡുലസ് ആൻഡ് K ഫോർ ബൾക്ക് മോഡുലസ്, 1/m ഫോർ പോയിസൺസ് റേഷ്യോ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 4 കാര്യങ്ങൾ പറഞ്ഞു. ഹുക്സ് ലോ എന്താണെന്ന് പറഞ്ഞു, യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പറഞ്ഞു, മോഡുലസ് ഓഫ് റിജിഡിറ്റി പറഞ്ഞു, ബൾക്ക് മോഡുലസ് പറഞ്ഞു. ഇത് 3 കൂടി തമ്മിലുള്ള റിലേഷൻ E ഈക്വൽ ടു 2n ഇൻറ്റു 1 + 1/m ഈക്വൽ ടു 3k ഇൻറ്റു 1 - 2/m എന്നുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും ബാക്കി പ്രോബ്ലംസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.